ചങ്ങാതിമാരെ ഉച്ചയ്ക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി മീൻ കറി ഉണ്ടല്ലോ. അധികം കഷ്ടപ്പെടുന്നില്ല, 5 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി മീൻ കറിയിലേക്ക് നമുക്ക് വേറെ വെച്ച് പിടിപ്പിക്കാം. ആദ്യം തന്നെ നല്ല സ്റ്റൈലായിട്ട് ഇതുപോലെ തീ പിടിപ്പിക്കുക. തീ പിടിപ്പിച്ച ശേഷം ഇതുപോലെ ഒന്ന് ഉരുളി ചൂടാക്കാൻ വെക്കുക. ഉരുളി ചൂടായ ശേഷം അതിലേക്ക് ഇതുപോലെ സ്റ്റൈലായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്നും ചൂടായി വരുമ്പോഴേക്ക് ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് അതിലേക്ക് ഇഞ്ചി നീളത്തിലരിഞ്ഞതോ ചെറുതായി എരിഞ്ഞാലും കുഴപ്പമില്ല ഇട്ട് ആ എണ്ണക്കകത്തിട്ടങ്ങ് നല്ലോണം അങ്ങ് മൂപ്പിക്കുക. ഇഞ്ചി അത്യാവശ്യം ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് വെളുത്തുള്ളി കുനുകുനാന്ന് അരിഞ്ഞതോ നീളത്തിലരിഞ്ഞാലും ഒരു കുഴപ്പമില്ല എടുത്തൊരു മറിക്കുക. മറിച്ച ശേഷം ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. ആ വെളിച്ചെണ്ണയ്ക്കകത്ത് ആ സാധനമായിട്ട് മൂപ്പിക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ എൻ്റെ ചങ്ങാതിമാരെ വരുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിലായി വരുമ്പോഴേക്ക് പച്ചമുളക് 2ആയി കീറിയാലും 3ആയി കീറിയാലും ചെറുതായി എരിഞ്ഞാലും ഒരു കുഴപ്പമില്ല എടുത്തൊരു മറിക്കുക. മറിച്ച ശേഷം ഇത് 3ഉം കൂടെ ഇട്ട് ആ എണ്ണയ്ക്കകത്തിട്ട് നല്ല രീതിയിൽ അങ്ങ് മൂപ്പിക്കുക. കണ്ടോ, ഇതൊക്കെ ഏകദേശം ഒരു മൂത്തൊരു പരുവായി വരുമ്പോഴേക്ക് അടുത്ത് സവോളയും ചെറുള്ളിയും കൂടെ മിക്സാക്കി കുനുകുനാന്ന് അരിഞ്ഞെടുത്തൊരു മറിക്കുക. മറിച്ച ശേഷം ഇതും ഇതിലിട്ട് റോസ്റ്റ് ചെയ്യുക. ആ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നല്ല കിടുക്കാച്ച് ഹോം മെയ്ഡ് അച്ചാറുകളുണ്ട്. ബീഫ്, ചിക്കന്, കേരമീൻ, ചെമ്മീൻ, മാങ്ങ, നാരങ്ങ, ഈന്തപ്പഴം, ബീഫ് ഇടിച്ച ഉണക്ക സ്രാവിൻ്റെ അച്ചാർ, ഇതൊക്കെ വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നമ്മുടെ പേജ് സ്റ്റോറി ആയിട്ട് കിടപ്പുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പേജ് കിടപ്പുണ്ട്. അതിലേക്ക് ഒരു ഹായ് എന്നൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ കുറച്ച് ഏറ്റുമാനൂരോ കോട്ടയത്തുള്ളവർക്ക് ഡയറക്റ്റ് വന്ന് മേടിക്കാൻ കേട്ടോ. അപ്പോൾ ഓർഡർ ചെയ്ത് വരുത്താൻ മറക്കല്ല എൻ്റെ ചങ്ങാതിമാരെ. അപ്പോഴേക്ക് ആ സവോള ഒന്ന് വരേണ്ടത് ഈ ഒരു കളറായി വരും, ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വരുന്ന ആ സമയം ആകുമ്പോഴേക്ക് ഇനി അടുത്ത കലാപരിപാടി എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ലേശം കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പില അതിന് മുമ്പ് ഇട്ടാലും കുഴപ്പമില്ല, ഇപ്പോൾ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. കരിവേപ്പിലയും കൂടെ ഇട്ട ശേഷം ഇവനൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം കൂടെ ആ വെളിച്ചെണ്ണയ്ക്കകത്ത് നിന്ന് മൂത്ത് വരുമ്പോൾ തന്നെ ഒരു സ്മെല്ല് വരാൻ തുടങ്ങട്ടെ എൻ്റെ ചങ്ങാതി. അപ്പോൾ ഈ ഒരു പരുവത്തിനായി വരുമ്പോഴേക്ക് ഇനി നമുക്ക് ഇതിലേക്ക് മസാല ഇടുന്ന കലാപരിപാടിയാണ്. ആദ്യം തന്നെ കാശ്മീരി ചില്ലി പൗഡർ 2 സ്പൂൺ അങ്ങ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം എരിവിന് വേണ്ടി സാധാ ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ലേശം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ലേശം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. കേട്ടോ, ഇത് 3ഉം കൂടെ ഇട്ട ശേഷം ചൂടൊന്ന് ചെറുതായിട്ടൊന്ന് കുറയ്ക്കുക. തീയൊന്ന് കുറച്ച ശേഷം അവനെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ആ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുന്ന രീതിയിൽ കേട്ടോ. ഓവറായിട്ട് വെക്കല് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് തീയൊന്ന് കുറച്ച് വെച്ച ശേഷം ഈ ഒരു പാകത്തിനും പരുവത്തിനൊക്കെ ആക്കി വെച്ച ശേഷം തക്കാളി, നല്ല പഴുത്ത തക്കാളി വേണം കേട്ടോ, പുളി അധികം ഉണ്ടാവില്ല. നല്ല പഴുത്ത തക്കാളി ഉണ്ട്. അവനെ ഇതുപോലെ പേസ്റ്റ് ആക്കിയ ശേഷം അവനും ഇട്ട് കൊടുത്ത ശേഷം ഇതിലിട്ടങ്ങ് മൂപ്പിക്കുക. ആ പച്ചച്ചുവയൊന്ന് മാറുന്ന രീതിയിൽ. ആ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും കേട്ടോ. ആ ഒരു സ്മെല്ല് വരുന്ന സമയമാകുമ്പോഴേക്ക് ഏകദേശം ഈ ഒരു പരുവത്തിലാകുമ്പോഴേക്ക് ആവശ്യത്തിന് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഒഴിക്കാവുള്ളൂ. ഓവറായിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻകറി വഴിവെള്ളം പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച ശേഷം ഇതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് തിളയ്ക്കാനങ്ങ് വെക്കുക. ആ തിളയ്ക്കുന്ന സമയത്ത് നമ്മുടെ ചാനൽ ഷെഫ് നിബുദ് ആൽക്കെമിസ്റ്റ് ഫോളോ ചെയ്യാത്തവരുടെ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുടെ ലൈക്ക് ചെയ്യാൻ, കമൻറ്റുകൾ വാരി വിതറാനും കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കല്ല എൻ്റെ ചങ്ങാതിമാരെ. എന്നിട്ട് നല്ല കഴുകി വെച്ചിരിക്കുന്ന മീൻ പീസ്, അത് നെയ്മീനാണ് ഇട്ടിരിക്കുന്നത്. ഏതായാലും നിങ്ങൾക്ക് കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന നെയ്മീനാണ്. നെയ്മീൻ നല്ല കഴുകി വൃത്തിയാക്കി ശേഷം ഇതിലിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുക. ഒരു മാക്സിമം 4-5 മിനിറ്റ് മതിയാവും കേട്ടോ. അതിന് ശേഷം അവൻ ഏകദേശം ഒരു പരുവായി വരുമ്പോഴേക്ക് ലേശം കുടംപുളി വെള്ളം ഊറ്റി വെക്കുക. ആ കുടംപുളി വെള്ളം കൂടെ ഒഴിച്ച ശേഷം ഇവനെ സ്ലോ മോഷനിൽ മിക്സ് ചെയ്യുക. സ്ലോ മോഷനിലേ മിക്സ് ചെയ്യാവുള്ളൂ, അല്ലെ മീൻ പൊടിഞ്ഞു പോകും കേട്ടോ. കാരണം മീൻ അറിയാമല്ലോ, പെട്ടെന്ന് വെന്ത് കഴിഞ്ഞാൽ പൊടിയാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിൽ നല്ല സ്മെല്ലൊക്കെ വരുമ്പോഴും നല്ല കുറുകിയ തേങ്ങാപ്പാൽ വേണം കേട്ടോ. ഫസ്റ്റ് പാൽ തന്നെ നല്ല കുറുകിയ തേങ്ങാപ്പാലും കൂടെ അതിന് മുകളിലേക്ക് അങ്ങ് ഒഴിക്കുക എൻ്റെ ചങ്ങാതി. ആ ഒഴിച്ചിട്ട് ഇവനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ചങ്ങാതിമാർക്ക് കൊതി വരുന്നില്ലേ, കണ്ടിട്ട് തന്നെ കൊതിയാവുന്നില്ലേ. സംഭവം കിട്ടുക സാധനം കേട്ടോ. ഇനി ലാസ്റ്റ് കലാപരിപാടിയാണ്. വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് ഇതുപോലെ സ്റ്റൈലായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ചെറുള്ളിയില്ലേ കുനുകുനാന്നരിഞ്ഞ ശേഷം അതിലേക്ക് ഇട്ട് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അവൻ ഏകദേശം ഒരു ലൈറ്റ് കളറായി വരണം കേട്ടോ. ആ ലൈറ്റ് കളറായി വരുമ്പോഴേക്ക് ലേശം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് ചെറു ചൂടിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമ്മുടെ ചുമന്ന മുളക് ഇട്ട് കൊടുക്കുക. ചുമന്ന മുളക് കൂടെ ഇട്ട് കഴിയുന്ന ശേഷം ലേശം കറിവേപ്പിലയും കൂടെ ഇട്ട ശേഷം ഇവനൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോഴും കരിഞ്ഞു പോകാൻ നോക്കണം കേട്ടോ. എന്നിട്ട് ഇതിന് മുകളിലേക്ക് ഇതുപോലെ സ്ലോ മോഷൻ ഇട്ട് കൊടുക്കുക. ഇതങ്ങ് മീൻകറിയിലേക്ക് വീണ് കഴിയുമ്പോഴേക്കും ഒരു സ്മെല്ല് വരെ എൻ്റെ ചങ്ങാതി ഒരു രക്ഷയില്ല കേട്ടോ. അപ്പം നമ്മുടെ അച്ചാറുകൾ ഓർഡർ ചെയ്യാൻ മറക്കല്ലേ. ചങ്ങാതിമാർക്ക് നമ്പർ അറിയാലോ, ഓർഡർ ചെയ്ത്